തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ ഡ്രെയിനേജ് പൊട്ടിയൊലിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ച 2 കഴിഞ്ഞു. പ്രദേശത്താകെ ദുർഗന്ധവും വ്യാപിച്ചിട്ടുണ്ട്. മഴ എത്തിയതോടെ കാര്യങ്ങൾ കൂടുതൽ അസഹനീയമായിരിക്കുകയാണ്. പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, അല്ലെങ്കിൽ തന്നെ ഈ തലസ്ഥാനത്തെ റോഡുകളിൽ കൂടെ നടക്കാൻ കഴിയാത്ത അവസ്ഥ. മഴ കൂടെ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ദുരിതക്കാഴ്ച തന്നെ. ഇപ്പോൾ ഡ്രെയിനേജ് പോലും പൊട്ടിയൊലിക്കുന്നു, അതും തിരുവനന്തപുരത്തെ പ്രധാന സ്ഥലങ്ങളിലൊന്നായ കിഴക്കേക്കോട്ടയിൽ. സംസ്ഥാനത്ത് പനി കേസുകളൊക്കെ കൂടി വരുന്ന സാഹചര്യമാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാം. ബാക്കി കാര്യങ്ങൾ ഈ ദൃശ്യങ്ങൾ തന്നെ നമ്മളോട് സംസാരിക്കുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ഓടയാണ്, കിഴക്കേക്കോട്ടയിലെ KSRTC ഡിപ്പോയുടെ തൊട്ട് മുമ്പിലുള്ള ഓടയാണ്. ആ ഓടയിൽ നിന്ന് ഇത്തരത്തിൽ മലിനജലം പുറത്തേക്കൊഴുകി അവിടെ ഈച്ചയും മറ്റ് ജീവികളും ഒക്കെ പെരുകി കിടക്കുന്നു. വളരെ വലിയ ദുർഗന്ധമുണ്ട്. നഗരഹൃദയത്തിലാണ് ദിവസവും ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന ഒരു സ്ഥലം. KSRTC ബസ്സിലുമൊക്കെ യാത്ര ചെയ്യുന്ന സാധാരണക്കാരും ഒക്കെ എത്തുന്ന ഒരു സ്ഥലം. അതുപോലെ തന്നെ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ ആസ്ഥാനത്തിന് തൊട്ട് മുമ്പിലുള്ള ഒരു സ്ഥലം. അവിടെയാണ് ഇത്തരത്തിൽ ഈ ഡ്രെയിനേജ് പൊട്ടിയൊലിക്കുന്നത്. ഈ മഴക്കാലപൂർവ്വ ശുചീകരണമൊക്കെ പരാജയപ്പെട്ടതിൻ്റെ വാർത്തകൾ നിരവധി ജൻ TV നൽകിയിരുന്നു. ആ സമയത്തൊക്കെ മേയറുടെയും ഇവിടുത്തെ ഭരണപക്ഷ കൗൺസിലർമാരുമൊക്കെ ഈ കാര്യത്തിൽ വലിയ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. എങ്ങനെയാണ് അതൊക്കെ പരാജയപ്പെട്ടത്, അതിൻ്റെ നടപടിക്രമങ്ങൾ പാളിപ്പോയത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ കൃത്യമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം ഈച്ചയടക്കമുള്ള ജീവികൾ ഇപ്പോൾ കൂടുതൽ വെള്ളം പുറത്തേക്ക് തള്ളുന്നുണ്ട്. ഈ മഴക്കാലമായതോടെ കൂടുതലായി ജലം ഇങ്ങനെ ഒഴുകി പുറത്തേക്ക് വന്ന് ആളുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ KSRTC ഡിപ്പോയിൽ ബസ് കയറാൻ എത്തുന്നവർ, അതോടെ തന്നെ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തുന്നവർ, ഇവിടെ ഒരു ഹോട്ടലുണ്ട് തൊട്ടടുത്ത്, ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നവർ, അങ്ങനെ ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ ആളുകൾ നേരിടുന്നുണ്ട്. നമുക്കോടൊപ്പം ഇപ്പം ഇവിടുത്തെ ഒരു വ്യാപാരി ഉണ്ട്. അദ്ദേഹത്തിനോട് തന്നെ ഇവിടുത്തെ ഈ പ്രശ്നങ്ങളുടെ ഒരു സാഹചര്യം എന്താണ് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടൻ എത്ര നാളായി ഇങ്ങനെ കിടക്കുന്നത്? 1 മാസത്തോളമായി. ഇവിടുത്തെ ഡിസ്ട്രിക്ട് ഓഫീസ് അയാൾ ഒരു 4-5 പ്രാവശ്യം ഇന്ന് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെയും ഒരു അധികാരികളൊന്നും തിരിഞ്ഞു നോക്കാൻ പോലും വന്നില്ല. ഇവിടെ തലസ്ഥാന ഹൃദയഭാഗത്ത് ആയിരക്കണക്കിന് ആൾക്കാർ ബസ് ഇറങ്ങി വരുന്ന സ്ഥലമാണ്. ഇന്നലെ ഒരാൾ ആ കാല് അതിൽ കഴുകിയിട്ട് പോകും. അയാൾക്ക് അറിയില്ല ബസ് ഇറങ്ങി വന്നപ്പോൾ ആ കാലെന്തോ പറ്റിയ വെള്ളത്തിൽ കഴുകിയിട്ട് പോകും. ആ മഴവെള്ളം ഒന്ന് വിചാരിച്ചാൽ കഴുകിയിട്ട് പോകണം. പക്ഷേ ഈ ഡ്രെയിനേജ് പൊട്ടി വീഴുന്ന വെള്ളത്തിലാണ് കഴുകിയിട്ട് പോയി. ഇങ്ങനെ പോകുമ്പോൾ ഈ ബാക്ടീരിയയും അണുക്കളും കാരണം പനിയും മറ്റും കൂടി ഹോസ്പിറ്റലിലും മറ്റേ രോഗികളെ അസുഖം കൂടും. ഇപ്പം തന്നെ പനി കേസുകൾ കൂടിക്കൊണ്ടാണ്. ഇതാ ഇപ്പോൾ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ആൾക്കാർ ഇത് ഒരു മെയിൻ ഒരു ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ്. ഇതാ വ്യാപാരികളിരിക്കുന്ന സ്ഥലം തലസ്ഥാന ഹൃദയ ഭാഗമാണ്. ഈ അനാസ്ഥയാണ് ഉദ്യോഗസ്ഥരിൽ ഏറൊക്കെ പറയുന്നത്. ഈ മഴക്കാലപൂർവ്വ ശുചീകരണമൊക്കെ വലിയ വിജയമാണെന്നാണ്. ആയിട്ട് കാര്യമില്ലല്ലോ. അത് ഇവിടെ ഇതായാലും അവസ്ഥ കണ്ണിന് മുമ്പിൽ കാണുന്നത് കണ്ടില്ലേ? ഈ അവസ്ഥ കണ്ടില്ലേ? എത്ര ദിവസം കൊണ്ട് ഇത് പൊട്ടി വലിച്ചുകൊണ്ടിരിക്കുന്നു, ആരും നോക്കാനില്ല. പരാതി പറഞ്ഞിട്ട് അവർ വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു ജില്ലാതല ഓഫീസർ വിളിച്ച് പറഞ്ഞത്. ഈ DTOയോട് നമ്മൾ പറഞ്ഞു ഇതുപോലെ ഞങ്ങൾ അവരുടെ കോംപ്ലക്സ് അദ്ദേഹം പറഞ്ഞു ഞാൻ വിളിച്ച് പറയാൻ എനിക്ക് പറ്റുള്ളൂ, എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതാണ് ഒരു ജില്ലാ തലത്തിലുള്ള ഒരു ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസറെ വിളിച്ച് കോർപ്പറേഷനിൽ ഈ വിഷയം പരാതി അറിയിച്ചിട്ട് കൂടി ഇത് നന്നാക്കാനുള്ള നടപടികളൊന്നും കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതൊരു ചെറിയ കാര്യമല്ല അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം കിഴക്കേക്കോട്ടയാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗങ്ങളിലൊന്നാണ്. ഇവിടെ ഈ KSRTC ബസ്സുകളിൽ കയറി ഇറങ്ങാനൊക്കെ ആയിരക്കണക്കിന് ആളുകൾ ദിവസവും എത്തുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു ഓടയിൽ നിന്ന് എപ്പോഴും പുറത്തേക്ക് മലിനജലം ഇങ്ങനെ പുറത്തേക്ക് വമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഓടയുടെ ഒരു ഏറ്റവും ദുർഘടമായ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ അതിലിപ്പോഴും ഈച്ചകളൊക്കെ പെരുകുന്ന കാഴ്ച. അതും ആളുകൾക്ക് അതുവഴി നടന്നു പോകാൻ കഴിയാത്തൊരവസ്ഥ. വളരെ വലിയ ദുർഗന്ധമുണ്ട്. തൊട്ടടുത്ത് ഹോട്ടലുകളുണ്ട്, KSRTCയുടെ മെസ്സുണ്ട്. ഇവിടെയൊക്കെ ഭക്ഷണം കഴിക്കാൻ വരുന്നവരുമൊക്കെ ഈ മലിനജലത്തിൽ ചവിട്ടിയിട്ട് വേണം പോകാൻ, ഇവിടെ ഭക്ഷണം കഴിക്കാൻ ഈ ദുർഗന്ധം സഹിച്ചിട്ട് വേണം. അതോടൊപ്പം തന്നെയാണ് അദ്ദേഹം കുറച്ചു മുമ്പ് ചൂണ്ടിക്കാണിപ്പിച്ചതുപോലെയുള്ള ആൾക്കാർ വന്നിട്ട് ഒരാൾ കാല് കഴുകുന്ന കാഴ്ച അദ്ദേഹം കണ്ടു. മഴവെള്ളമാണെന്ന് കരുതിയിട്ട്, കാരണം കാലിൽ എന്തോ ചെളി എന്തോ പറ്റിയപ്പോൾ മഴവെള്ളത്തിൽ കാല് കഴുകുകയാണെന്നുള്ള രീതിയിൽ അദ്ദേഹം കാല് കഴുകി. പക്ഷേ അദ്ദേഹത്തിന് അറിയുന്നില്ല ഇവിടെ നിന്നും ഈ പറയുന്ന രീതിയിൽ രോഗങ്ങൾ പകരാൻ കാരണമായിട്ടുള്ളൊരു മലിനജലമായിരിക്കും ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നത് എന്നുള്ളതാണ്. ഈ KSRTC ജീവനക്കാരടക്കം നമ്മളോട് വളരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു കോർപ്പറേഷൻ്റെ പാലിക്കേണ്ട നടപടിക്രമമായതിനാൽ അത് നടക്കുന്നില്ല എന്ന രീതിയിൽ അവർ പറഞ്ഞാൽ അവർക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള പ്രതികാര നടപടികളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക കൊണ്ടാണ് അവർ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ മൈക്കിന് മുന്നിൽ പ്രതികരിക്കാത്തത്. അവർ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഇവിടെ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദിവസങ്ങളായി ഈ വിഷയത്തിൽ പരാതി പറയുന്നു. നമ്മളോട് സംസാരിച്ച ചേട്ടൻ പറഞ്ഞത് 1 മാസത്തോളം ആയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയധികം ബുദ്ധിമുട്ടുകൾ ഇവിടുത്തെ ഈ ആളുകൾ നേരിടുന്നുണ്ട്. അത്രയധികം പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയം പരിഹരിക്കാൻ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഇതിലൊരു കാര്യം പറയാം. തുടങ്ങിയ ആ സമയത്ത് തന്നെ പ്രജിത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം ഇപ്പോൾ പനിക്കാലമാണ്, ആരോഗ്യവകുപ്പൊക്കെ തന്നെ ജാഗ്രത പാലിക്കണം എന്നൊക്കെ തന്നെ പറയുമ്പോഴും
ഇക്കാര്യങ്ങളൊന്നും തന്നെ ആരും തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. രോഗങ്ങളെ വിളിച്ചു വരുത്തുന്ന സ്ഥിതി തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ കുറച്ചുനാൾ മുൻപ് വഞ്ചിയൂരിൽ ഈ മഴക്കാലമൊക്കെ എത്തിയ സമയത്ത് അവിടെ ഉണ്ടായ ഒരു പ്രശ്നം നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ ഈ നഗരസഭയിലെ പ്രധാനപ്പെട്ട ആളുകളുടെയൊക്കെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളൊക്കെ തന്നെ ജനജീവിയിലെ മാധ്യമപ്രവർത്തകരെയൊക്കെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതായത് ഇത്തരം പ്രശ്നങ്ങൾ പുറത്ത് കൊണ്ടുവരുമ്പോൾ ആ പ്രശ്നങ്ങളില്ല എന്ന് വരുത്തി തീർക്കാനും അത് എന്തെങ്കിലും ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായി ചെയ്തു തീർക്കുന്നതാണെന്നൊക്കെ വരുത്തി തീർക്കാനാണ് ഈ കോർപ്പറേഷൻ അധികൃതരൊക്കെ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അവർക്ക് അതിനപ്പുറത്തേക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഏതാണ്ട് ഒരു മാസം മുൻപ് തന്നെ ഈ തിരുവനന്തപുരത്തെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണമൊക്കെ പൂർണ്ണ പരാജയമാണെന്നും ഓടകളൊക്കെ മാലിന്യം നിറഞ്ഞ് കെട്ടിക്കിടക്കുകയാണെന്നും മഴ പെയ്താൽ വെള്ളമൊഴുകി പോകാനുള്ള സൗകര്യമില്ല എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തതാണ്. എന്നിട്ട് കൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത്തരം ഒരു അവസ്ഥയ്ക്ക് വീണ്ടും ഈ നഗരത്തിൽ അത് സംജാതമാക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. തുടർച്ചയായി വാർത്തകൾ വന്നിട്ടും തുടർച്ചയായി റിപ്പോർട്ടുകൾ വന്നിട്ടും എന്തിനൊരു സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന KSRTCയുടെയൊക്കെ ഭാഗമായി നിൽക്കുന്ന ഗതാഗത വകുപ്പിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കോർപ്പറേഷനെ നേരിട്ട് ബന്ധപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ട് കൂടി അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടി സ്വീകരിക്കാനോ പരിഹാര നടപടികൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാനോ അവർ തയ്യാറായിട്ടില്ല. ഒരു ജീവനക്കാരെ അയച്ച ഈ ഓടയൊന്ന് ക്ലീൻ ചെയ്യാൻ ഒരു നടപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിന പ്രവർത്തികളിൽ ഏറ്റവും അടിസ്ഥാനപരമായ പ്രവർത്തികളൊന്നാണ്. അതിന് ആവശ്യത്തിന് സ്റ്റാഫ് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഉണ്ട്, ജീവനക്കാരുണ്ട്. പക്ഷേ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതല്ലെങ്കിൽ ഇനി വേറെന്തെങ്കിലും കാരണമാണോ ഇത് പരിഹരിക്കാൻ ചെയ്യാത്ത അല്ലെങ്കിൽ പരിഹരിക്കാത്തതിലേക്ക് പോകുന്നത് എന്നൊന്നും നമുക്കറിയില്ല. കാരണം ഈ മേയറുമായി KSRTC ജീവനക്കാർക്കുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇനി അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയൊന്നുമില്ല. പക്ഷേ KSRTC KSRTC ഡിപ്പോയുടെ മുന്നിലാണ്, ഒരു ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസറുടെ ഓഫീസിന് മുന്നിലാണ് പലവട്ടം പരാതി പറഞ്ഞെന്ന് പറയുന്നു. മേയറടക്കമുള്ളവരെ ആയിരിക്കാം അദ്ദേഹം നേരിട്ട് ബന്ധപ്പെട്ടത് എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഒരു ജില്ലാതല ഓഫീസർ ആയതിനാൽ തന്നെ, അല്ലെങ്കിൽ കോർപ്പറേഷനിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരായിരിക്കാം അദ്ദേഹം ബന്ധപ്പെട്ടത്. എന്തായാലും അവരിൽ നിന്ന് ആരും ഇത്തരത്തിൽ ഇതൊരു പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഈ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ പേരിലൊക്കെ തലസ്ഥാനത്ത് പലയിടത്തും ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ നഗരഹൃദയത്തിൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അപ്പോഴും ഈ KSRTC ജീവനക്കാരെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല പ്രജിത്ത് ഇത്. കാരണം എത്ര ആളുകളാണ് ദിനം പ്രതി ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ, ബസ്സിൽ യാത്ര ചെയ്ത് അവിടെ വന്ന് ഇറങ്ങുന്നത്. നേരത്തെ ആ വ്യാപാരി പറഞ്ഞതുപോലെ തന്നെ ശുദ്ധജലമാണ് അല്ലെങ്കിൽ മഴവെള്ളമാണ് എന്ന് പറഞ്ഞാണ് കാല് കഴുകുന്നത്. പക്ഷേ രോഗം പേറിക്കൊണ്ടാണ് വീട്ടിലേക്ക് പോകുന്നത് പോലും. അതെ, ഈ പനി കേസുകൾ വർദ്ധിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരുന്നു. അതിൽ തലസ്ഥാന ജില്ലയിലും ഈ കേസുകളൊക്കെ കൂടുന്നുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലമാണ്. മഴക്കാലത്ത് ചെറിയ രീതിയിൽ ഒരു വെള്ളക്കെട്ടുണ്ടായാൽ തന്നെ അതിൽ ഇത്തരത്തിലുള്ള ജീവികൾ പെരുകയും കൊതുകുകളൊക്കെ പെരുകയും അതുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ വരികയും മറ്റ് സാംക്രമിക രോഗങ്ങൾ വരികയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോഴാണ് ഇത്തരത്തിൽ മലിനജലം കെട്ടിക്കിടന്ന് അതിൽ ഇത്തരത്തിലുള്ള ജീവികൾ യഥേഷ്ടം വളരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലീനിങ് നടപടികൾ ഏതെങ്കിലും രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ അത് ശുദ്ധീകരിക്കാനുള്ള, അല്ലെങ്കിൽ 2 ജീവനക്കാരെ അയച്ച് ഇത് പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഇതിലെ തടസ്സം നിൽക്കുന്ന വസ്തുക്കളൊക്കെ കോരി മാറ്റുക, അതിൽ ക്ലീൻ ചെയ്ത് വിട്ട് തന്നെ ഈ വെള്ളം ഒഴുകി പൊയ്ക്കോളും എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ സ്വീകരിക്കേണ്ട നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെച്ച് കളിക്കുന്ന ഒരു നടപടിയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ എടുത്ത് പറയേണ്ടത്. കാരണം ഈ ആളുകൾ നടന്നു പോകുന്ന ആളുകൾക്കിടയിലേക്കാണ് ഈ വെള്ളം ഒഴുകി ചെല്ലുന്നത്. അവരിൽ പലരും ഈ വെള്ളത്തിൽ കാൽ നനച്ചിട്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത്. കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഈ വെള്ളം ഒഴുകി പോകുന്നത് ആ KSRTC സ്റ്റാൻഡിന് തൊട്ട് മുന്നിലേക്കാണ്. അതിന് തൊട്ടടുത്ത് കൂടി തന്നെ ആളുകളൊക്കെ നടന്നു വരുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ ആ വെള്ളത്തിലൊക്കെ കാൽ നനയ്ക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ കാൽ വെള്ളത്തിൽ അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് ആ മലിനജലം ചെല്ലുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതുവഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ മുറിവുകൾ ഉണ്ടെങ്കിൽ തന്നെ മറ്റ് രീതിയിലുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇവിടെയൊക്കെ കൊതുകൊക്കെ കിടന്ന് ഇതുപോലെ കൊണ്ടുവിടുന്നത് ഈ അധികൃതർ തന്നെയാണ്. അത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ ഡ്രെയിനേജ് പൊട്ടിയൊലിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ച 2 കഴിഞ്ഞു. പ്രദേശത്താകെ ദുർഗന്ധവും വ്യാപിച്ചിട്ടുണ്ട്. എന്നിട്ടും യാതൊരു നടപടികളിലേക്കും കടക്കുന്നില്ല അധികൃതർ. ഇപ്പോൾ മേയർ പറയുന്നുണ്ട് തലസ്ഥാന നഗരി എന്ന് പറയുന്നത് വലിയൊരു സമ്പന്നമായ അല്ലെങ്കിൽ ഈ ആരോഗ്യപരമായ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു നഗരമാണെന്ന് പറയുന്നു. അപ്പോഴും മേയറൊന്നും തന്നെ ഈ ദൃശ്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല. മാധ്യമങ്ങൾ പലവട്ടം റിപ്പോർട്ട് ചെയ്തിട്ട് പോലും അനങ്ങാപ്പാറ നയം തന്നെയാണ് സ്വീകരിച്ചു കൊണ്ടുപോരുന്നത്. പ്രജിത് മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.